ഇന്നലെ പ്രതീഷിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പ്രതീഷ് എന്നാണ് ഈ പെണ്ണിൻ്റെ പേരെന്നാണ്, പാലക്കാട് ഫാമിലി എന്നാണ് ഇവരുടെ ഒരു യൂട്യൂബിൻ്റെ ID പേര്. അപ്പോൾ അതിനകത്ത് വന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് ഭാഗം ഇവിടെ വെക്കാം, കേൾക്കാം. കമന്റ്സിനുള്ള റിയാക്ഷൻസ് വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് പ്രതീക്ഷയുടെ മനസ്സിലുണ്ട് അല്ല നോട്ട് ചെയ്തിട്ടില്ല, മനസ്സിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് അമ്മു കുറച്ച് കമന്റ്സിന്റെ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ സോ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയാ, ഓക്കെ അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ ഫസ്റ്റ് അമ്മു മുന്നിൽ വന്ന് നയിക്കൂ, പറയടി. എന്താ ഇപ്പോ വേറൊരു പെൺകുട്ടി പറയുന്ന കമന്റ് ആണ്, ഞാനും ഒരു പെണ്ണാണ്, എനിക്കും ഒരു ഭർത്താവുണ്ട്, എന്റെ ഭർത്താവിനെ ഞാൻ ഇങ്ങനെ അഴിഞ്ഞാടാൻ വേണ്ടി വിടത്തില്ല, എന്റെ ഭർത്താവ് എന്റെ മാത്രമാണ്, എന്റെ ഭർത്താവിന്റെ ദേഹത്ത് തൊടാൻ ഞാൻ വേറെ ആരും അനുവദിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു നീണ്ട കമന്റ്. അവർക്കുള്ള മറുപടി, ഇയാൾ എന്റെ മാത്രം തന്നെയാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ അഭിനയം എന്ന് പറയുന്നത് ആളുടെ പാഷനാണ്, അതാണ് ചെയ്യും, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇപ്പോ ഞാൻ എന്റെ മനസ്സിൽ കാര്യമാണ് പറയണേ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോ തോന്നും അത്ര വലിയ നടനൊന്നല്ലായിരുന്നു, പക്ഷെ എന്റെ മനസ്സിലാള് നടനാണ്. അപ്പൊ ആള് ഇപ്പൊ നമ്മുടെ ടൊവിനോ ആയാലും ശരി, മോഹൻലാലൊക്കെ ആയാലും ശരി, എത്ര പേര് കൂടെ അഭിനയിക്കണോ, എത്ര സീൻസ് ചെയ്യണം, അങ്ങനത്തെ സീൻസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ജസ്റ്റ് ഒന്ന് എന്താ ചെയ്ത നിങ്ങള് കൈ പിടിക്കുക, ഇങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ശരിയാണ്, മറ്റുള്ളവരെ പോലെയല്ല. ടൊവിനയും ഒത്തിരി പേര്, നിവിൻ പോളി, വേറെ ആരൊക്കെയുണ്ട്, മമ്മൂട്ടി, മോഹൻലാൽ, ഇവരൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, പെണ്ണുങ്ങളുമായിട്ട് ഇടപഴകി അങ്ങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. അതുപോലെയാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയത്, ഒന്നുകിൽ നിങ്ങൾ ഇഗ്നോറൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് മനസ്സിലാകാത്തവണക്ക് അഭിനയിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ഇതിങ്ങനെ അനുഭവിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നമ്മൾ സഹപ്രവർത്തകരുമായിട്ടൊക്കെ നന്നായിട്ട് പോവുക തന്നെ വേണം. ഒരു വിഷയം അല്ലെങ്കിൽ ഒരു സിനിമ, ഈ ടെലിഫിലിം എന്തോ ആകട്ടെ, ചെറിയ ഒരു പ്രൊമോഷൻ ആണെങ്കിൽ പോലും അതിലേക്ക് നമ്മളെ അഭിനയിക്കാൻ വിളിക്കുന്നു, നമ്മൾ അഭിനയിക്കുന്നു. അതിനുശേഷമുള്ള പേക്കൂത്തുകൾ എന്തായിരുന്നു? ഇപ്പോഴാണ് ഇവർ വാതുറന്നത്. ഇതുവരെ ഇവർക്ക് വാതുറക്കണ്ടായിരുന്നു. ഇവർക്ക് 300-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്നും കുറേ അവകാശവാദങ്ങൾ ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട്. എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതിനകത്ത് ഒരു തെറ്റുമില്ലെന്നാണ് പറയുന്നത്. ശരിയാണ്, നിങ്ങളെ ഇടപഴകി അങ്ങനെ ഒരു വളരെ നല്ല പ്രോജക്റ്റുകളൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒപ്പം തന്നെ ഒരു മീഡിയ ടീമിനെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, ഇതിങ്ങനെ പബ്ലിക്കിലേക്ക് വിടുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പബ്ലിക് ഇതിനെ നെഗറ്റീവ് പറയും എന്നുള്ളത് വസ്തുതയാണ്. ഒന്നാമത്തെ കാര്യം, രേണു ഓൾവേസ് സുധിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുൻപോട്ട് വന്നിട്ടുള്ളത്. അതായത് സുധി എന്നൊരു വ്യക്തി അവിടെ ഇല്ല എങ്കിൽ രേണുവിനെ ആരും അറിയുക പോലുമില്ല. കാരണം രേണു ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല അതിനൊരു ഭയങ്കര സക്സസ് ഉണ്ടാകുമെന്നോ അതിലൊരു അക്സെപ്റ്റൻസ് കിട്ടുമെന്നോ അല്ല. ഇതിനേക്കാൾ കേപ്പബിലിറ്റി ഉള്ളവർ പോലും അത്യാവശ്യം അങ്ങനെ റീച്ച് കിട്ടിയെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ രേണുവിനൊരു അക്സെപ്റ്റൻസ് കിട്ടാനുള്ള കാരണം തന്നെ സുധിയാണ്. അതിൽ സുധിയോടുള്ള അഗാധമായ പ്രണയം പലയിടങ്ങളിലും അവൾ പ്രകടിപ്പിച്ചിരുന്നു. ചില സമയത്ത് സൈക്കോ പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുധിയുടെ ആ ഒരു ആത്മാവ് അവക്കൊപ്പം സഞ്ചരിക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനും ഒരു വീഡിയോയാണ്, അതൊക്കെ കാണുമ്പോൾ സത്യം കണ്ണ് നിറയും. കാരണം നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ നഷ്ടം നമ്മൾ എങ്ങനെ ഉൾക്കൊണ്ടോ ആ ഒരു വേദന, അത് കൃത്യമായി അവൾ പറയുന്നല്ലോ എന്നൊരു വേദന നമുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിഞ്ഞ ഒരു സഹതാപ തരംഗത്തിൽ കൂടിയാണ് അവളിന് ആ റീച്ചിലേക്ക് വന്നത്. അങ്ങനെ വന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കത്തില്ല എന്നുള്ളത് വസ്തു. അത് ഞങ്ങളുടെ അവകാശമാണ്, അതായത് പ്രേക്ഷകരുടെ അവകാശമാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ പറഞ്ഞില്ല, അര നിക്കറും വള്ളി നിക്കറും ഒക്കെ ഇട്ടുകൊണ്ട് കുറേ ഡാൻസൊക്കെ ഈ പെണ്ണ് കാണിക്കുന്നുണ്ട്, അതൊക്കെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവളെ അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യം ആ ഒരു ടൈമിലാണ്. ഇപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ വേണം പറയാം. ഒരു കുടുംബത്തിലേക്ക് നമ്മളൊരു മരുമകൾ കുട്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മരുമകളായിട്ട് വന്നിരിക്കുന്നവൾ അവിടെ വന്നു നിന്നുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഫോം അവിടെ കാണിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളത് അംഗീകരിക്കത്തില്ല. നമ്മുടെ ആ മനസ്സിലുള്ള ആ ഒരു ബിംബം ഉണ്ടാവില്ല, അത് മൊത്തം ഉടഞ്ഞങ്ങ് തീരും. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അതിനെതിരായിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് തന്നെയാണ് ഈ രേണുവിൻ്റെ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ രേണു എന്താ കാണിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഔട്ട് ഫ്രം ഈ ഇതിൽ നിന്ന് മാറുമ്പോൾ ഈ ലൊക്കേഷനിൽ തന്നെ നിങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ പയ്യൻ കുറേ പറയുന്നുണ്ട്, ഞാൻ അതിനകത്ത് ക്യാമറ വെച്ചിട്ടല്ലേ, അത് കേൾക്കാം. പിന്നെ ക്യാമറ പറയുന്നു പറഞ്ഞു, ഈ ക്യാമറയ്ക്ക് പിന്നാലെ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഈ ക്യാമറയ്ക്ക് പിന്നാലെ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടകൊണ്ടാണല്ലോ നിങ്ങൾ ക്യാമറയ്ക്ക് പിന്നാലെ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രണ്ടിലവിടെ ക്യാമറ ഉണ്ടോ?
ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ, അപ്പൊ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടല്ലോ, അല്ലാണ്ട് ക്യാമറ ഇങ്ങനെ ഹൈഡ് ആക്കിയിട്ട് അങ്ങനെ അല്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒരു എന്താണ് ഒക്കെ പറയുന്ന ആ ചേച്ചിനെ കുറിച്ച് ഒളിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ആ ചേച്ചിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ആ ചേച്ചിനെ ഒളിപ്പിക്കാനോ വന്നതല്ല. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഞാനൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ അടുത്തൊരു ഡയറക്ടർ എന്ന ഒരു ക്യാരക്ടറാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഞാനത് അഭിനയിക്കുന്നു. അത്രയേ ഉള്ളൂ സംഭവം. അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് എന്തൊക്കെയൊക്കെ വായി തോന്നിയ സംഭവം പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ആൾക്കാർ എത്ര വലിയ മാന്യന്മാർ. ഞാൻ ഒരാളെ കുറ്റം പറയും, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ട് വന്നിട്ടില്ല. പക്ഷേ ആ രീതിക്കാണ് പല ആൾക്കാരും പല രീതിക്കും പറയുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ തെറ്റ്. നിങ്ങളെല്ലാവരും ഒരു സിനിമ കാണാൻ പോകുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 693 ലൈവ് കാണുന്നത്. ഓക്കെ, ഈ 693 ആൾക്കാരിൽ നിങ്ങൾ ക്യാമറയുടെ ബാക്കിൽ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ക്യാമറയുടെ ബാക്കിൽ നിങ്ങൾ അങ്ങനെ ചേർന്ന് നിൽക്കുന്നില്ലേ, നിങ്ങൾ അങ്ങനെ നിൽക്കുന്നില്ലേ? ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു. നിങ്ങളുടെ ഒരാൾ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കത് കംഫർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് മാറി നിൽക്കില്ലേ? എനിക്ക് ആ ചേച്ചി നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ചേച്ചി എടുത്ത് നിൽക്കുന്ന പോലെ നോക്കി. എനിക്ക് എൻ്റെ വൈഫ് എടുത്ത് നിൽക്കുമ്പോൾ അത് വൈഫാണെന്നുള്ളത് അറിയാം. അത് ചേച്ചി നിൽക്കുമ്പോൾ അത് ചേച്ചിയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണ് പറയുന്നുണ്ടാക്കുന്നതിന് ഒരു ലിമിറ്റിൽ ഒരു മനുഷ്യന് എന്തൊക്കെ. ശരിയാണ്, ക്യാമറ ഉണ്ടല്ലോ, ക്യാമറ ഇല്ലാതെ അല്ലല്ലോ, ക്യാമറയ്ക്ക് അകത്തല്ലേ എന്നാ പറയുന്നത്. ക്യാമറയ്ക്ക് അകത്തോ പുറത്തോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ ഇതിനിപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വർക്ക് ചെയ്യൂ. വർക്ക് ചെയ്ത ശേഷം നിങ്ങൾ പുറത്തേക്ക് പോകൂ. അതിന് ശേഷം പിന്നെ ഈ പട്ടി ഷോ കാണിക്കുന്നതിന് അനിയനും ചേട്ടനും നിങ്ങൾ എന്താ ഒരമ്മ പെറ്റ മക്കളാണോ? ഇനി അതേ പാടുള്ളൂ എന്നല്ല. നിങ്ങൾ പ്രേക്ഷകരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് രേണുവിന് ഭയങ്കരമായിട്ടൊരു അറഗൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള കണക്ക് ജീവിക്കും, ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ എന്ന ഒരു ഫോം ആ പെണ്ണുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പം കേൾക്കുന്ന ന്യൂസുകളൊക്കെ എന്താണ്? എന്തൊക്കെ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അവർക്ക് മുമ്പ് ഒരു വിവാഹം ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതൊരു പ്രണയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രണയങ്ങളിൽ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിക്കാണ് സുധി എന്ന് പറയുന്ന ഒരാൾ പ്രണയാധുരയായി ഇങ്ങനെ ഓർക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആളുകളെ പറ്റിച്ച ഒരു ലെവൽ കൊണ്ടാണ് ആളുകൾ പലതുമൊക്കെ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇത് വന്ന് പറഞ്ഞ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. രേണുവിന് കിട്ടുന്ന ഒരു ഹൈപ്പ്, അതായത് നെഗറ്റീവ് ഹൈപ്പ് ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് കൂടെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ വന്ന് നിൽക്കുന്നത്. പിന്നെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുകൊണ്ട് ആരോ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടു. നിങ്ങളത് മനസ്സിലാക്കാതെ സംസാരിക്കുകയാണോ അത് മനസ്സിലാക്കിയിട്ട് പുച്ഛിച്ച് സംസാരിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രതീഷിൻ്റെ ഭാര്യയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പ്രതീഷിൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലൊരു ഓഫർ കിട്ടി. പ്രതീഷിൻ്റെ ഭാര്യ അഭിനയിക്കാൻ പോകുന്നു. അഭിനയിച്ച് കഴിഞ്ഞ ശേഷം അയാളുടെ മടിയിൽ കിടക്കുന്നു, അയാളുടെ കെട്ടിപ്പിടിക്കുന്നു. പ്രതീഷ് രേണുവിനോട് കാണിച്ച അതേ ഫോം കാണിച്ചു കഴിഞ്ഞാൽ ഈ അമ്മു എന്ന് പറയുന്ന കുട്ടി അത് അംഗീകരിക്കുമോ? അമ്മുവിനെ ഈ വീട്ടിലേക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാകുമോ? ഇവരിത് അംഗീകരിക്കുമോ? അടുത്ത് പ്രൊഫഷൻ അതല്ലെന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ, അത് ശരിയാവത്തില്ല. ചോദ്യം വളരെ വ്യക്തമാണ്. പ്രതീക്ഷ കാണിക്കുന്നത് പോലെ ഇത് കുട്ടി പോയി പുറത്ത് കാണിച്ചാൽ പ്രതീക്ഷ പോലും കുട്ടി അംഗീകരിക്കത്തില്ല. ആണിനൊരു ന്യായം പെണ്ണിനൊരു ന്യായമാണ് എന്നൊന്നും പറയരുത്. അത് പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടൊന്നും വരരുത്. രേണു ഒരു പെണ്ണ് തന്നെയാണ് നിന്നെപ്പോലെ. അപ്പോൾ അവൾക്ക് പുറത്ത് കിട്ടുന്ന ആ ഒരു ഇകഴ്ത്തൽ അത് നിന്റെ ഭർത്താവ് കാരണമാണെങ്കിൽ മാറി സഞ്ചരിക്കേണ്ടത് അവൻ തന്നെയാണ്. കാരണം അവൾക്ക് 2 കുട്ടികളുണ്ട്. കുഞ്ഞുങ്ങൾ അതിൽ മൂത്ത കുട്ടിക്ക് ഭാവിയെ ബാധിക്കുന്നതിന് ഇപ്പോഴത്തെ അവസ്ഥയല്ല, മുമ്പത്തെ കാര്യം ഞാൻ പറയണേ. ഇപ്പോഴെനിക്ക് അവനെ പറ്റി ഒന്നും പറയാനില്ല. കാരണം ഈ ചേറിൽ വളരുന്നതിന് അങ്ങനത്തെ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അവൻ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ പറയുമ്പോൾ അതും കൂടെ പറയണം എന്നുള്ളത് കൊണ്ട് പറയണം. ലക്ഷ്മി നക്ഷത്രയൊക്കെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആളെ അല്ല രേണു. ഇപ്പോൾ രേണു ഒരുപാട് മാറി, അടപടലം മാറിയിട്ടുണ്ട്. കൂടെ നിൽക്കുന്നവരൊക്കെ തള്ളി പറയുന്ന ഒരു ടേമിലേക്ക് എത്തിയിട്ടുണ്ട്. നന്ദികേടിൻ്റെ പര്യായമാണ്. പിന്നെ പ്രതീക്ഷ അടുത്ത് പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കരമായിട്ടുള്ള റീച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് കേൾക്കാം. ഒരു പറയുന്നതിനും ഒരു പരിധിയുണ്ട്, അതിന്റെ അപ്പുറം പറയുന്ന കുറെ ആൾക്കാർ. ഇപ്പൊ എനിക്കിട്ടും പറഞ്ഞോളൂ, കാരണം ഏട്ടൻ പൈസ കൊണ്ടുവന്ന് തരുന്നതുകൊണ്ട് ഞാൻ ഏട്ടന് ഫ്രീ ആയിട്ട് വിട്ടേക്കുന്നത്. ഇനി ഒഴിവാക്കി ഒരു മിനിറ്റ്. ഹലോ ഹായ് ചേച്ചി, നന്ദന നമ്മുടെ ഫ്രണ്ടാണ്, ബിഗ് ബോസ് അറിയാം. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ ഹായ് ചേട്ടാ, താങ്ക് യു. റീച്ച് ഒക്കെ കിട്ടിയില്ല, ഇനി ഒഴിവാക്കി ഒരു മിനിറ്റ്. അത് എനിക്ക് സോറി ബ്രോ, അതിനുള്ള ഒരു മറുപടി ഞാൻ സച്ചിൻ ബ്രോ മാത്രമല്ല ഞാൻ പറയുന്നത്. റീച്ച് ഒക്കെ കിട്ടിയില്ല. ഓൾമോസ്റ്റ് ഞാൻ രേണു സുധി എന്നുള്ള ചേച്ചിയായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 മാസം ആൽബത്തിൽ കേട്ടോ. ഈ 3 മാസം മുമ്പ് എൻ്റെ ഇൻസ്റ്റ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, എനിക്ക് ഓൾറെഡി 3 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ബ്രോ. റീച്ച് എന്ന് പറയുന്നില്ലേ, നിങ്ങൾ എൻ്റെ ഓൾഡ് വീഡിയോ എടുത്ത് നോക്കൂ. എൻ്റെ ഈ യൂട്യൂബിൽ നിന്ന് ഓൾഡ് വീഡിയോസ് 1 മില്യൺ അടിച്ച വീഡിയോസാണ്. മിക്ക വീഡിയോസും 1 മില്യൺ 500 700 800 ലെവലിലുള്ള വീഡിയോ ആണ്. അല്ലെങ്കിൽ റീച്ച് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? റീച്ചിന് വേണ്ടിയിട്ട് ആസ് എ ആർട്ടിസ്റ്റ് ഒരു വർക്ക് വരുന്ന സമയത്ത് ഞാൻ പോകാറുണ്ട്. അത് രേണു സുധി എന്നുള്ള ആളല്ല, വേറെ ആരെ വിളിച്ചാലും ഞാൻ പോകും. ഓഫ്കോഴ്സ് റീച്ചിൻ്റെ ആവശ്യമേമില്ല. 300K സബ്ബുള്ള ഒരു ചാനലിൻ്റെ ഓണറായിരുന്നു ഞാൻ. നോക്കിയതിനകത്ത് ഒത്തിരി വ്യൂ ഒന്നുമില്ല. 300K സബ്ബുള്ളവർക്ക് ഇപ്പം നമ്മൾ ഒരു പെർസെൻറ്റേജ് ഇനത്തിൽ ആ ഒരു വ്യൂ കിട്ടിയാൽ കിട്ടുന്ന ഒരു വ്യൂ
മീൻസ് അത്രയും സംഭവം ഉണ്ടെങ്കിൽ കിട്ടുന്നൊരു വ്യൂ അതിനകത്ത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ റീച്ച് ലെവൽ വളരെ കുറവായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാടൻ ഫാമിലി എന്ന് കാണുന്നത്. മിക്കവാറും വ്ളോഗൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ച് നോക്കും. റിയാക്ഷൻ വീഡിയോക്കാർ ഇടപഴകാത്ത ഒരു വ്ളോഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഒക്കെ എടുത്ത് വെച്ച് നോക്കും. നമുക്ക് ഏതാണ് ക്രിറ്റിക്സ് ആണല്ലോ, അപ്പം നമുക്ക് അതിന് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് എല്ലാം മിക്കവാറും തിരക്ക്. ഞാൻ ഇതുവരെ നിങ്ങളുടെ ഇത് കണ്ടിട്ടില്ല. ഈ രേണുവിൻ്റെ വിഷയത്തിൽ വന്നപ്പോൾ നിങ്ങൾ രേണു സുധീന്ന് ടാഗ് ലൈൻ കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കാണാൻ പറ്റിയത്. അപ്പോൾ രേണു മൂലം തന്നെയാണ് പ്രതീഷ് റീച്ച് ആയത്, ഫേമസ് ആയത്. ഇനി പ്രതീഷിനോട് ഒരു ചോദ്യം. ഇതിനു മുമ്പും ഒരു എലേലെ എന്നൊരു പാട്ടിനകത്ത് മറ്റൊരാൾക്കൊപ്പം പുള്ളിക്കാരത്തി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വാരി കൊടുക്കുന്നുണ്ടോ? അയാൾ ഉമ്മം കൊടുക്കുന്നുണ്ടോ? അയാൾ കെട്ടിപ്പിടിച്ച് കൂടെ ഇരിക്കുന്നുണ്ടോ? അയാൾ ഇതുപോലുള്ള പ്രതീക്ഷ കാണിക്കുന്ന കണക്ക് പേക്കൂത്ത് കാണിച്ചിട്ടുണ്ടോ? പിന്നെ ഈ ഒരു ലൈവ് അത് 1 hour ഉണ്ട് ഈ ലൈവ്. അതുകൊണ്ട് അതിനകത്തുനിന്ന് നിങ്ങൾ പോയി കണ്ടാൽ മതി. അതിനകത്ത് പ്രതീക്ഷ പറയുന്ന ഒരു കാര്യമുണ്ട്, ബിഗ് ബോസിൽ പോകുന്ന കാര്യം മിണ്ടത്തില്ല എന്ന്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീഷിനെ അതിനകത്തേക്ക്, അല്ലേ? ഇനി പറയുന്ന കാര്യം ചിലപ്പോൾ ചിലർക്ക് അബ്സോർവ് ആവത്തില്ല, ചിലർക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിലും പറയുന്നിടത്ത് പറയേണ്ട ഒരു അത്യാവശ്യം നമ്മൾ പേളി മണിയുടെ കഥ കേട്ടതാണ്, പേളിഷ്. അപ്പോൾ ശ്രീനിഷുമായിട്ടുള്ള പേളിയുടെ മാരേജ്, അതിന് മുമ്പ് അവർ രണ്ടും പ്രണയിച്ച സ്ഥലം ഏതാണെന്ന് അറിയാമോ? ബിഗ് ബോസ് ആണ്. ശ്രീനിഷിന് പുറത്തൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. ആ പെൺകുട്ടി സ്റ്റിൽ വിവാഹം കഴിക്കാതെ വല്ലാത്ത ഒരു നിരാശയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു അലിഗേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഓർത്തോണം, ശ്രീനിഷ് അതിനകത്തേക്ക് പോകുമ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. വാക്ക് പറഞ്ഞിട്ടാണ് അവൻ അതിനകത്തേക്ക് പോകുന്നത്. ബട്ട് ആ അറ്റ്മോസ്ഫിയറിലാണ് പേളിയുമായിട്ട് അവനെ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ പേളിക്ക് അവെയർ ഉണ്ടായിരിക്കത്തില്ല അവന് മറ്റൊരു ബന്ധം പുറത്തുണ്ടെന്ന്. ഒരു നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പേളി അതിനകത്ത് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിക്കത്തില്ലായിരുന്നിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അവരവിടെ വെച്ച് പ്രണയത്തിലാകുന്നു, പുറത്തേക്ക് വരുന്നു, വിവാഹം കഴിക്കുന്നു, ഇപ്പോൾ 2 കുഞ്ഞുങ്ങളായി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഇത് തുടരാനാണോ നിങ്ങളുടെ പ്ലാൻ? ഇനി ഇതേപോലൊരവസ്ഥയുണ്ട് ജാസ്മിൻ്റെ കേസും. ജാസ്മിൻ ജാഫറും അതിനകത്ത് പോകുമ്പോൾ വിവാഹം എൻഗേജ് ചെയ്തിട്ടാണ് അതിനകത്ത് പോയിട്ടുള്ളത്. പാസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, 2 പേരുമായിട്ട് പ്രണയം, ബ്രേക്കപ്പ്, ഇതൊന്നും നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒക്കെ സംഭവിക്കുന്ന കാര്യം തന്നെ. പക്ഷേ ഒരാളെ എൻഗേജ് ചെയ്തിട്ട് അതിനകത്ത് പോയിട്ട് അവിടെ കാണിച്ച പ്രണയ നാടകം നമ്മൾ കണ്ടതാണ്. പുറത്തേക്ക് വന്നിട്ട് പോലും തിരുത്താൻ തയ്യാറാവാതെ അവൻ്റെ ഒപ്പം ലോകം ചുറ്റാൻ നടക്കുകയാണ് ആ പെണ്ണ്. അപ്പോൾ ഏകദേശം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ട്. പിന്നെ ഈ പെൺകുട്ടിക്ക് വളരെ തൻ്റെ ഇടമായിട്ട് ഇല്ല എൻ്റെ ഭർത്താവ് അങ്ങനെയാണെന്ന്, അത് ആയിക്കോ കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അഭിപ്രായം ഞങ്ങളുടെ സ്വാതന്ത്ര്യവും അവകാശവുമാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ഉൾക്കൊള്ളാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പ്രതീഷ് പിന്നെ രേണുവിൻ്റെ ഒപ്പം ബിഗ് ബോസിൽ പോകാനിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞ വിവരം. മറിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ഇവർ 2 പേരും കൂടെ ഒന്നിച്ചതിനകത്ത് കൊണ്ടിട്ട് ഇവർ 2 കൂടെ ഭയങ്കര പ്രണയ സംഗതികൾ നമ്മളെ കാണിക്കും. സോ അങ്ങനെയാണല്ലോ. ഓയോ റൂമിന് പകരം ബിഗ് ബോസ് എന്നുള്ള ടേമായിരുന്നു കഴിഞ്ഞ തവണത്തത്, സീസൺ 6. സീസൺ 7 ഇതിനെക്കാട്ടി മറ്റും വേറൊരു സാധനം വരാൻ ചാൻസ് വളരെ കുറവായിരിക്കാം. ഇയാൾക്ക് എന്തോ സിനിമയിൽ ഇത് കിട്ടി, 17-ാം തീയതി എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് ബിലീവ്. എനിവേ, ഉണ്ടെങ്കിൽ നല്ല കാര്യം, പോകുന്നില്ലെങ്കിൽ നല്ല കാര്യം, പോകുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഈ ഒരു എക്സ്പ്ലനേഷൻ നോട്ട് ഇനഫ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നിങ്ങളിത് പറഞ്ഞത് നിങ്ങൾക്കും ഹൈപ്പ് കിട്ടാനാണ്. അതിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് അവിടെ അക്സെപ്റ്റൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ് കേട്ടോ. ഞാൻ ശത്രുവാണെന്ന് വിചാരിക്കേണ്ട. ഇത് മിക്കവാറും ആരും കണ്ടിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. പ്രതീക്ഷിന് കുറച്ച് ഹൈപ്പ് കൊടുക്കും. കാരണം രേണു സുധിക്കൊപ്പം ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി തുടിച്ച് നിൽക്കുകയാണ് സായിപ്പ്. അങ്ങോട്ട് പോട്ടെ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഈ നമ്മൾ മൂത്തോര് പറയുന്ന ചൊല്ലും മുതിർന്നെല്ലിക്കുകയും ഒരുപോലെയാണ്. ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്ന് കേട്ട കണക്ക് പെങ്കൊച്ചിന് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾ കയറൂരി വിടുകയോ ഊരാതെ വിടുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ചില ബന്ധങ്ങളും ചില ആറ്റിറ്റ്യൂഡ്സും ഒക്കെ കാണുമ്പോൾ പൊതുസമൂഹം വിലയിരുത്തി പറയും. ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടി, അതായത് പ്രതീഷിൻ്റെ ഭാര്യ ഒരു വ്യക്തിത്വമുള്ള പെണ്ണാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ലൈഫിനെ ഇത് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ആളുകൾ നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട്. അപ്പോൾ ആ കമൻസ് പ്രശ്നമാണ്, അത് എനിക്കാണെങ്കിലും പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരടക്കം അത് നല്ലതാണ്. ചില അച്ചടക്കങ്ങൾ നല്ലതാണ്. നമ്മൾ എത്ര തന്നെ ഫോർവേഡ് ആണെന്ന് പറഞ്ഞാലും സാംസ്കാരികപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിന് എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു തിരിച്ചറിവാണ് കുട്ടി. മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ പറഞ്ഞത് തന്നെ, രേണു സുധി തീരാൻ പോകുന്നൊരു സബ്ജക്റ്റ് അല്ല. മിക്കവാറും 3 മാസം നമുക്ക് വേറൊന്നും പറയേണ്ടിയും വരത്തില്ല. താങ്ക് യു.